നമസ്കാരം. പ്രധാന വാർത്തകൾ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 100 കോടി അനുവദിച്ചു. കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ 35% വരെ വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നതിനാണ് തുക അനുവദിച്ചത്. ഓണത്തിന് മുന്നോടിയായി സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലൈമാർക്ക് തുക നൽകുന്നതടക്കം ഈ തുക വിനിയോഗിക്കും. വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വകയിരുത്തൽ 205 കോടി രൂപയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ ആവശ്യത്തിനായി ബജറ്റിലെ വകയിരുത്തൽ 205 കോടി രൂപ ആയിരുന്നെങ്കിലും 391 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇടുക്കിയിലെ SBI ATMിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണത്തിൽ നിന്നും 25 ലക്ഷം കുറവ്. ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. കട്ടപ്പനയിൽ ATMിൽ നിറയ്ക്കാൻ ഏൽപ്പിച്ച 25 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവടക്കം 2 പേർക്കെതിരെ കേസെടുത്തു. SBIയുടെ കട്ടപ്പന, വാഗമൺ എന്നിവിടങ്ങളിലെ ATMിൽ നിറയ്ക്കാൻ കൊണ്ടുപോയ പണമാണ് ജീവനക്കാർ തട്ടിയെടുത്തത്. SBIയുടെ ഇടുക്കിയിലെ വിവിധ ATMകളിൽ പണം നിറയ്ക്കുന്നത് മുംബൈ ആസ്ഥാനമായുള്ള കമ്പനിയാണ്. കമ്പനിയുടെ ജീവനക്കാരും കട്ടപ്പന സ്വദേശികളുമായ ജോജോ മോനും അമലും ചേർന്നാണ് 25 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഡിവൈഎഫ്ഐ കട്ടപ്പന മേഖലാ സെക്രട്ടറിയാണ് ജോജോ മോൻ. ജൂൺ മാസം 12 മുതൽ 26 വരെയുള്ള തീയതിക്കിടയിലാണ് തിരിമറി നടന്നത്. രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം. 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. കടവന്ത്രയിലെ ബാർ ഹോട്ടലിൽ നിന്ന് ചാടി യുവാവ് ജീവനൊടുക്കി. കൊച്ചി കടവന്ത്രയിലെ ബാർ ഹോട്ടലിൽ നിന്ന് താഴേക്ക് ചാടി യുവാവ് ആത്മഹത്യ ചെയ്തു. വൈറ്റില പൊന്നുഴുന്നി സ്വദേശി ക്രിസ് ജോർജ് ആണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. മൃതദേഹത്തിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. താൻ മരിക്കുന്നു എന്നെഴുതിയ പേപ്പറാണ് മൃതദേഹത്തിൽ നിന്നും കണ്ടെടുത്തത്. കൊച്ചി സൗത്ത് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികളെടുത്തു. മുറ്റത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ദേലമ്പാടി പഞ്ചിക്കൽ SVI UP സ്കൂളിന്റെ വരാന്തയിലാണ് 1 ദിവസം മാത്രം പ്രായമായ പെൺകുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയെ അമ്മ തൊട്ടിലേക്ക് മാറ്റി. ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്വപ്ന സുരേഷിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ നിർണായക നീക്കം. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ സ്വപ്ന സുരേഷിനെ പ്രതിരോധത്തിലാക്കി കേസിലെ 2ാം പ്രതി കോടതിയിൽ. മാപ്പുസാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിയായ സച്ചിൻ ദാസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചു. കേസിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന തന്നെ മാപ്പുസാക്ഷിയാക്കണമെന്നാണ് അപേക്ഷ. തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. തിരുവനന്തപുരം ഉൾപ്പെടെ 3 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ശ്രീറാം വെങ്കിട്ടരാമനും മാറ്റം. 3 ജില്ലാ കളക്ടർമാർക്ക് സ്ഥലം മാറ്റി നൽകി സർക്കാർ ഉത്തരവ്. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ കളക്ടർമാർക്കാണ് മാറ്റം. തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനെ പിന്നോക്കക്ഷേമ ഡയറക്ടറാക്കി മാറ്റിയാണ് നിയമിച്ചത്. IT മിഷൻ ഡയറക്ടറായ അനുകുമാരിയാണ് പുതിയ തിരുവനന്തപുരം കളക്ടർ. കോട്ടയം കളക്ടർ V. വിഘ്നേശ്വരിയെ ഇടുക്കിയിലേക്ക് മാറ്റി. ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെ റവന്യൂ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയായും മാറ്റി. ജോൺ V. സാമ്പുവനാണ് പുതിയ കോട്ടയം കളക്ടർ. സപ്ലൈകോയിൽ നിന്ന് മാറ്റിയ ശ്രീറാം വെങ്കിട്ടരാമനെ ധനവകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. ഇടുക്കിയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. രാത്രി 7 മുതൽ രാവിലെ 6 മണി വരെയാണ് നിരോധനം. ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രാ നിരോധനത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം ലഭിച്ചു. അതേസമയം മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കല്ലാർകുട്ടി അണക്കെട്ട് തുറക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുതിരപ്പുഴ, പെരിയാർ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്.
ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപയും വീടും നൽകുമെന്ന് സർക്കാർ. തിരുവനന്തപുരം ആമിയഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച തൊഴിലാളി ജോയിയുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകി സർക്കാർ. ജോയിയുടെ സഹോദരന്റെ മകന് ജോലി നൽകുമെന്നും ജോയിയുടെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നുമാണ് വാക്ക് നൽകിയിരിക്കുന്നത്. പാറശാല MLA CK ഹരീന്ദ്രനും മേയർ ആര്യ രാജേന്ദ്രനും ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചു. ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്നതിനോടൊപ്പം പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്കുള്ള വഴിയും ശരിയാക്കും. ഇത് സംബന്ധിച്ച് ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തേക്കുമെന്നാണ് സൂചന. ആലപ്പുഴയിൽ 2025 വരെ പക്ഷി വളർത്തലിന് നിരോധനം. ആലപ്പുഴയിൽ 2025 വരെ താറാവടക്കമുള്ള പക്ഷി വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. പക്ഷിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആലോചന. വൈറസിന്റെ ശക്തി കുറയുന്നതുവരെ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. ഇത് സംബന്ധിച്ച് കർഷകരുമായി ചർച്ച നടത്തിയെന്നും 32 സ്പോട്ടുകൾ വളരെ നിർണായകമാണെന്നും ജെ ചിഞ്ചുറാണി വ്യക്തമാക്കി. അതേസമയം പക്ഷിപ്പനി സ്ഥിരീകരിക്കാൻ കേരളത്തിൽ പുതിയ ലാബ് പാലോട് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രത്തെ അറിയിച്ചുവെന്നും കേന്ദ്രം ആവശ്യം അംഗീകരിച്ചിട്ടുണ്ടെന്നും ചിഞ്ചുറാണി പറഞ്ഞു.